ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന നെത്തോലി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. നെത്തോലി ഡ്രൈ റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് വീടുകളിൽ എളുപ്പത്തിൽ തയ്യാറാക്കുവാൻ സാധിക്കും. ചോറ്, കഞ്ഞി അങ്ങനെ ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഏകദേശം 200 ഗ്രാം നെത്തോലി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മസാല പുരട്ടി വെക്കണം. അതിനായി മസാല തയ്യാറാക്കാം. ഇതിനായി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മീൻ ഫ്രൈ ചെയ്യാൻ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച നെത്തോലി മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീനെല്ലാം മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ മീനുകൾ കുറേശ്ശെയായി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ മീനുകളുടെ ഒരു വശം നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനുകൾ എല്ലാം തന്നെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 15 അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ലഭിക്കുക. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായം. കായം ഓപ്ഷണലാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കുക. മീൻ മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം മീനും മസാലയും നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക.
ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ 1 തണ്ട് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ നെത്തോലി ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.